Blessing today. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിൽ അവസാനത്തെ എപ്പിസോഡുമായി ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൻ്റെ സാമ്പത്തിക സഹാരി എന്നുള്ളത് അഹമ്മദാബാദിൽ നിന്ന് ഷീജ മേനോനാണ്. അവരുടെ വെഡിങ് ആനിവേഴ്സറിയാണ് നാളെ. സോ ഹാപ്പി ആനിവേഴ്സറി ഇൻ അഡ്വാൻസ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഷീജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, ആത്മീകമായിട്ടുള്ള അനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ മുഴുവൻ കുടുംബത്തിൻ്റെ മേലും ദൈവികമായ രക്ഷ വന്നു ചേരട്ടെ. കർത്താവെ, ഈ കുടുംബത്തെ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ പിറകിൽ പ്രവർത്തിച്ചതിന് ഈ സാമ്പത്തിക സഹായിയോടുള്ള പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തോപ്പുംപടി ജനുവരി 20 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. PM സെന്റർ, തോപ്പുംപടി ജംഗ്ഷൻ, കൊച്ചി. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തിരുവല്ല ജനുവരി 21 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഷാരോൺ ഫെലോഷിപ്പ് ഹാൾ, തിരുവല്ല. യേശുവിന്റെ കാൽപാദം പതിഞ്ഞ മണ്ണിലൂടെ നടക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ച സ്ഥലങ്ങൾ കാണുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഒരു സുവർണാവസരം. ബ്ലെസ്സിംഗ് ടുഡേ ഹോളി ലാൻഡ് ടൂർ 2017. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിൽ ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ഒരു ബൈബിൾ പഠനയാത്ര. എല്ലാ സുപ്രധാന സ്ഥലങ്ങളിൽ വച്ചും ബൈബിൾ ക്ലാസുകളും സംഗീതാരാധനയും. ബ്രദർ ഡാമിയനോടും കുടുംബത്തോടുമൊപ്പം വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കുള്ള അവസരം. 2017 മെയ് 8 മുതൽ 17 വരെ. നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 0484 422 101. 2014 യൂത്ത് അൺലിമിറ്റഡ് എന്ന പേരിൽ ബ്ലെസ്സിംഗ് ടുഡേ ഒരു 3-day യൂത്ത് ക്യാമ്പ് നടത്തുകയുണ്ടായി. ഇന്ത്യയെമ്പാടുമുള്ള നമ്മുടെ ബ്ലെസ്സിംഗ് സെൻറ്ററുകളിൽ നിന്ന് അനേകം യുവാക്കൾ ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തിരുന്നു. നമുക്കെല്ലാവർക്കും അറിയുന്ന ഷെൽഡൻ ബൺഗേരയും വിജയ് ട്രാവിൻ്റെയും സ്പെഷ്യൽ കോൺസേർട്ട് നൈറ്റ്സ് ഈ യൂത്ത് അൺലിമിറ്റഡ് 2016 ഉണ്ടായിരുന്നു. ഇത് വന്ന എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീർന്നു. ഇതുകൂടാതെ അവിടെ വന്ന എല്ലാ യൂത്ത്സിൻ്റെയും ജീവിതം മാറ്റിമറിക്കുന്ന സന്ദേശങ്ങളായിരുന്നു ബ്രദർ ഡാമിയൻ നൽകിയത്. യൂത്ത് അൺലിമിറ്റഡിൻ്റെ അവസാനമായപ്പോൾ അനേകം യുവാക്കൾ അവരുടെ പഴയ ജീവിതം ഉപേക്ഷിച്ച് അഡിക്ഷൻസിൽ നിന്ന് പുറത്തു വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന കാഴ്ച ഞങ്ങൾ കാണുകയുണ്ടായി. ഈ 3 ദിവസങ്ങളായി നടന്ന യൂത്ത് അൺലിമിറ്റഡ് എന്ന യൂത്ത് കോൺഫറൻസ് ഞങ്ങൾക്ക് എല്ലാവർക്കും മറക്കാനാവാത്ത ഒരു അനുഭവമായി തീർന്നു. അന്ന് ബ്രദർ ഡാമിയൻ നൽകിയ സന്ദേശത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് ചേർന്ന് കാണാം. Many times I have analyzed this story. ഒത്തിരി വട്ടം ഞാൻ ഈ കഥയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. Why did the rich man end up in hell? എന്തുകൊണ്ടാണ് ഈ ധനവാൻ ഒടുവിൽ നരകത്തിൽ വന്ന് അവസാനിച്ചത്? So many people believe that because he was rich. ഒത്തിരി ആളുകളും വിശ്വസിക്കുന്ന അയാൾ പണക്കാരനായതുകൊണ്ട്. And why did Lazarus went to heaven? എന്തുകൊണ്ടാണ് ലാസർ ഒടുവിൽ സ്വർഗ്ഗത്തിൽ So many people believe that because he was poor. ഒത്തിരി ആളുകളും കരുതുന്നു അദ്ദേഹം ഒരു. So my question is heaven a place for the poor people and hell a place for the rich people? എന്റെ ചോദ്യം ഇതാണ്, സ്വർഗം പാവപ്പെട്ടവന്റെയും നരകം ധനികന്റെയും സ്ഥലമാണോ? ആണോ? അങ്ങനെ എത്ര പേർ വിശ്വസിക്കുന്നു? അങ്ങനെയാണെങ്കിൽ ഇപ്പോഴേ നമുക്ക് തീരുമാനിക്കാം, പണക്കാരല്ല ഇങ്ങോട്ട് മാറ് നരകത്തിൽ, ദരിദ്ര എല്ലാ ഭിക്ഷക്കാരും ഇങ്ങോട്ട് വാ, നിങ്ങൾക്കെല്ലാം ഉള്ളത് സ്വർഗം. ഇപ്പോഴേ അങ്ങ് തിരിച്ചു വിടായിരുന്നു. ഈസ് ദാറ്റ് ദ ക്രൈറ്റീരിയ? അതാണോ മാനദണ്ഡം? I studied it thoroughly well. ഞാൻ വളരെ നന്നായി ഈ കാര്യത്തെക്കുറിച്ച് പഠിച്ചു. I understood one thing. ഒരു കാര്യം എനിക്ക് മനസ്സിലായി. The rich man was an unsaved
person and the poor man was a saved person. ധനികനായ വ്യക്തി അവൻ രക്ഷിക്കപ്പെടാത്ത വ്യക്തിയായിരുന്നു, എന്നാൽ ദരിദ്രനായ വ്യക്തി അവൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. Because Jesus said, no one can come to the Father except through me. കാരണം യേശു പറഞ്ഞു, എന്നിലൂടെ അല്ലാതെ ആർക്കും ഒരിക്കലും പിതാവിന്റെ അടുക്കൽ പോകാൻ സാധ്യമല്ല. He declared, I am the way, the truth and the life. അവൻ പ്രഖ്യാപിച്ചു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. And no one can come to my heavenly Father except through me. എന്നിലൂടെ അല്ലാതെ ആരും സ്വർഗ്ഗപിതാവിന്റെ അടുക്കിലേക്ക് Acts പോകുന്നില്ല. chapter 4 verse number 12. അപ്പോസ്തലപ്രവൃത്തി 4:12 The പറയുന്നു, Bible says, no other name is given under the sky, under the heaven, among people, so that we can call upon and be saved, other than the name of Jesus അവിടെ നാം Christ. കാണുന്നു, മറ്റൊരുത്തിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ. What is that name? എന്താണ് ആ നാമം? പറയാമോ? പേര് പറയാമോ? Hallelujah. So if anyone wants to go to heaven, there is only one way, and that way is not a geographical route, that is not a national highway or a byway or a bylane. It is a person, and that person is Jesus Christ. ഏതെങ്കിലും ഒരു വ്യക്തി സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാൻ ഒരൊറ്റ വഴിയേയുള്ളൂ. ആ വഴി എന്നുള്ളത് ഏതെങ്കിലും ഒരു ഭൂമിശാസ്ത്രപരമായ വഴിയല്ല, ഒരു NH അല്ല, നാഷണൽ ഹൈവേ അല്ല, മറ്റേതെങ്കിലും വഴിയല്ല. അത് ഒരു വ്യക്തിയാണ്. ആ വഴി, ആ വ്യക്തിയായ വഴി എന്നുള്ളത് സാക്ഷാൽ യേശു ക്രിസ്തു തന്നെയാണ്. Let me tell you something. ഞാൻ നിങ്ങളോട് ചിലത് പറയാം. An unsaved rich man is a poor man. ഓർക്കുക, രക്ഷിക്കപ്പെടാത്ത ഒരു ധനവാൻ അവനൊരു ദരിദ്രനാണ്. A saved poor man is a rich man. എന്നാൽ ഒരു രക്ഷിക്കപ്പെട്ട ദരിദ്രൻ അവനൊരു ധനവാനാണ്. പോരട്ടെ. Good. I'm going to talk about destination number 1. ഞാൻ നിങ്ങളുടെ ഒന്നാമത്തെ ലക്ഷ്യസ്ഥാനത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. Destination number 1, the hell. ലക്ഷ്യസ്ഥാനം 1, നരകം. If you are not serving the only true God, you will end up in hell, the Bible says. ബൈബിൾ പറയുന്നു, നിങ്ങൾ യഥാർത്ഥ ദൈവത്തെ സേവിക്കുന്നില്ലെങ്കിൽ ഒടുവിൽ നിങ്ങൾ എത്തിച്ചേരുന്ന ലക്ഷ്യസ്ഥാനം നരകമായിരിക്കും. I had an analytical study on hell from the Bible. ബൈബിളിൽ നിന്ന് നരകത്തെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ ഒരു പഠനം ഞാൻ പഠിച്ചു. And I'm going to give you 16 characteristics of the hell. നരകത്തെക്കുറിച്ച് പരാമർശിക്കുന്ന 16 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുകയാണ്. Are you ready? നിങ്ങൾ തയ്യാറാണോ? I'm going to go very quickly. ഞാൻ വളരെ പെട്ടെന്ന് പോകും. Number 1. ഒന്നാമത്തേത്, It's a place of torment. അത് യാതനയുടെ സ്ഥലമാണ്. Number 2. It's a place of misery. അത് രോദനത്തിന്റെ സ്ഥലമാണ്. Luke 16:23. ലൂക്ക് 16:28. Number 3. It's a place of pain. മൂന്നാമത്തെ കാര്യം, വേദനയുടെ സ്ഥലം. Revelations 14:10 and 11. വെളിപ്പാട് 14:10 മുതൽ 11 വരെ. Number 4. One can recognize others in hell. നാലാമത്തെ കാര്യം, ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെ നരകത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. Number 5. അഞ്ചാമത്തേത്, It's a place of prayer. അത് പ്രാർത്ഥനയുടെ ഇടമാണ്. ഈ 2017 എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ യേശുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് നിങ്ങളുടെ പദ്ധതി നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? യേശു കർത്താവിന് വേണ്ടി ചെയ്യുവാനൊരവസരം ഞങ്ങൾ ബ്ലെസ്സിങ് ടുഡേ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയാണ്. ബ്ലെസ്സിങ് ടുഡേയുടെ പങ്കാളികളായി തീർന്നുകൊണ്ട് പ്രവർത്തിക്കുവാനുള്ളൊരവസരം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് 0484222133 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഒരു മിസ്ഡ് കോൾ അയക്കാൻ മാത്രം ചെയ്താൽ മതി. നമ്മുടെ ശുശ്രൂഷകന്മാർ നിങ്ങളെ തിരികെ വിളിക്കും. ഏതൊക്കെ വിധത്തിലാണ് ഈ മിനിസ്ട്രിയുമായിട്ട് നിങ്ങൾക്ക് പങ്കാളികളായി തീരുവാൻ സാധിക്കുന്നുള്ള ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് നൽകിത്തരും. അതിലൂടെ നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി 2017 കൂടുതൽ ഫലം കായ്ക്കാൻ സാധിക്കും. Number 6. It's a place of begging. ആറാമത്തെ കാര്യം എഴുതുക, അത് യാചനയുടെ സ്ഥലമാണ്. Luke 16:27. ലൂക്ക് 16:27. You will cringe, you will plead, you will beg. നിങ്ങൾ അവിടെ ഇരുന്നിട്ട് നിങ്ങൾ ആവശ്യപ്പെടും, നിങ്ങൾ അപേക്ഷിക്കും, നിങ്ങൾ യാചിക്കും. The answer will be no.
എന്നാൽ ഉത്തരം എപ്പോഴും Number 7, one will have desires there. ഏഴാമത്തെ കാര്യം, അവിടെ വെച്ച് ആളുകൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകും. Luke 16:24. ലൂക്ക് 16:24. പലവിധ ആഗ്രഹങ്ങൾ. വിശപ്പുണ്ടോ? ഉണ്ട്. ദാഹമുണ്ടോ? ഉണ്ട്. ഒന്നും വേണ്ടി ചൂട് കൊണ്ട് ഒരു പേപ്പർ കഷ്ണമെങ്കിലും എ സിയിലിരുന്ന് തന്നെ നമ്മൾ വിഷുവാ. അവിടെ ചെന്നുള്ള അവസ്ഥ എന്തായിരിക്കും? ഒരു കാർഡ്ബോർഡിന്റെ കഷ്ണമെങ്കിലും എന്താ? നോ നോ നോ. Number 8, there is no eating or drinking. എട്ടാമത്തെ കാര്യം, അവിടെ തീറ്റയുമില്ല കുടിയുമില്ല. Meaning full fasting. എന്ന് ഉപവാസമാണ്. അപ്പം നരകത്തിൽ പോകുന്നവർക്ക്, ഇപ്പോൾ ഉപവസിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നരകത്തിൽ പോയാൽ പിന്നെ ഉപവാസമേ ഉള്ളൂ. അതും കഠിന ഉപവാസം. കഠിന ഉപവാസം എന്നാൽ വെള്ളം പോലും കുടിക്കാം. നിത്യ യുഗങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഒരിക്കലും ഉത്തരം കിട്ടാതെ ഇങ്ങനെ പോകാം. Number 9, 9, it's a place of unquenchable fire. കെടാത്ത തീയുടെ സ്ഥലമാണത്. Luke 16:24. ലൂക്കോസിന്റെ സുവിശേഷം 16:24. Matthew 13:42. 13, മത്തായി 13:42. ഒരു കാട്ടുതീ പിടിച്ചാൽ എപ്പോഴെങ്കിലും കെടും. ഫയർ എഞ്ചിൻ കൊണ്ടുവന്ന് ഒരു വീടിന് തീ പിടിച്ചാൽ അവിടെ കെടുത്താം. പക്ഷെ നരകത്തിലെ തീയെ കെടുത്താൻ പറ്റിയ ഒരു ഫയർ എഞ്ചിൻ ഇന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അവിടെ എന്നും തീയായിരിക്കും. Number 10, it's a place of separation. അത് വേർപാടിന്റെ സ്ഥലമാണ്. Luke 16:26. ലൂക്കോസ് 16:26. No visitors allowed. ഓ സന്ദർശകർക്ക് പ്രവേശനമില്ല. ആരെങ്കിലും ഒന്ന് മീറ്റ് ചെയ്യണം. No visitors allowed. ഒരു സന്ദർശകന് അവിടെ നിന്ന് ഒരാൾ ഇങ്ങോട്ട് ഗസ്റ്റ് സ്പീക്കറായിട്ട് വിളിക്കാം, ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി. എവിടെ നിന്ന്? മോളിൽ നിന്ന് താഴത്തോട്ട് വിളിക്കും. നോ വേ. നോ വിസിറ്റേഴ്സ് അലൗഡ്. നോ ലീവ്. ഹാഫ് ഡേ ലീവ്. നോ ഹാഫ് ഡേ ലീവ്. നോ ഹോളിഡേ. നോ വെക്കേഷൻ. നോ പെറോൾ. ഒരു ഹോളിഡേയും ഇല്ല, ഒരു വെക്കേഷനും ഇല്ല, ഒരു പരോളും ഇല്ല. Number 11, 11, one will have the memory of earthly affairs. ഈ ലോകത്തിലെ കാര്യങ്ങളെ കുറിച്ചുള്ള ഓർമ്മ വ്യക്തികൾക്കുണ്ടാകും. 16:27. അതിന്റെ ലൂക്ക് 16:27. It's a place of wailing and gnashing of teeth. കരച്ചിലിന്റെയും പല്ലുകടിയുടെയും സ്ഥലമാണ്. Matthew 13:48. മത്തായി 13:42. എന്നും കരച്ച് ചുറ്റുള്ള എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കും. അമ്മുറിക്കരയോ. ഇത് മാത്രമല്ല, എന്തുകൊണ്ടായിരിക്കും? പല്ലുകടി. എനിക്ക് ശരിക്കും അറിയില്ല. നിത്യ യുഗങ്ങൾ പല്ല് കടിച്ചുകൊണ്ടിരിക്കും. 14, a place full of worms. പുഴുക്കളെ കൊണ്ട് നിറഞ്ഞ ഇടം. The hell is full of worms. ഓർക്കുക, നരകം മുഴുവൻ പുഴുക്കളെ കൊണ്ട് നിറഞ്ഞ ഇടമാണ്. Mark 9:44, 46, 48. മർക്കോസ് 9:44, 46, 48. A place originally prepared for Satan and his angels. 15ാമത്തെ കാര്യം, സാത്താനും അവന്റെ ദൂതന്മാർക്കും വേണ്ടി യഥാർത്ഥത്തിൽ ഉണ്ടാക്കപ്പെട്ട സ്ഥലം. Matthew 25:41. മത്തായിയുടെ സുവിശേഷം 25:41. If you are serving the god of this age, you will end up with him in hell. ഓർക്കുക, ഈ ലോകത്തിന്റെ ദൈവത്തെയാണ് നിങ്ങൾ സേവിക്കുന്നെങ്കിൽ അവനോടുകൂടെ അവസാനിച്ച് നിങ്ങൾ നരകത്തിൽ എത്തിച്ചേരും. 16, it's an eternal place. 16, അതൊരു നിത്യമായ സ്ഥാനമാണ്. That means it will never end. അതിന്റെ അർത്ഥം അതിനൊരിക്കലും അവസാനമില്ല. Matthew 25:46. മത്തായിയുടെ സുവിശേഷം 25:46. So I searched and found out all these things for you. ഈ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കണ്ടെത്തി കാര്യങ്ങളാണ്. പോകാൻ വേണ്ടിയിട്ടല്ല, അവിടെ പോകാതിരിക്കാൻ വേണ്ടി. ഹലോ, there are no unbelievers in hell. ഓർക്കുക, നരകത്തിൽ അവിശ്വാസികളില്ല. What? എന്തീ പറയുന്നേ? There are no unbelievers in hell. ഓർക്കുക, നരകത്തിൽ അവിശ്വാസികളില്ലെന്ന്. All believe in God. എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നു. And all pray. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. All fast. എല്ലാവരും ഉപവസിക്കുന്നു. And all say, send someone for evangelization. എല്ലാവരും പറയുന്ന ആരെങ്കിലും സുവിശേഷീകരണത്തിന് വേണ്ടി അയക്കണമേ. Hell was supposed to be the place of unbelievers,
but unfortunately, there are no unbelievers. They all believe in God. യഥാർത്ഥത്തിൽ അവിശ്വാസികൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് നരകമെങ്കിലും നിർഭാഗ്യവശാൽ അവിടെ ചെന്നു കഴിഞ്ഞാൽ അവർ വിശ്വാസികളാവുകയാണ്. അവർ ദൈവത്തെ വിശ്വസിക്കുന്നവരായി തീരുകയാണ്. All the atheists and rationalists who said there is no God will believe in God when they reach hell. ഓർക്കുക, എല്ലാ നിരീശ്വരവാദികളും അവിടെ എത്തിക്കഴിയുമ്പോൾ അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നവരായി മാറും. But there is a reality that remains. എന്നാൽ ഒരു യാഥാർത്ഥ്യമുണ്ട്. No one can save you from hell. നരകത്തിൽ നിന്ന് ആരെയും രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. There is no redemption from hell. നരകത്തിനകത്ത് ഒരു വീണ്ടെടുപ്പില്ല. Salvation and redemption is only on earth. ഓർക്കുക, രക്ഷയും വീണ്ടെടുപ്പും ഈ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ. Why? എന്തുകൊണ്ട്? എല്ലാവരും why? കൈയെടുത്തിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് കാണിച്ചേ. എന്തുകൊണ്ട്? Why there is no salvation, redemption in hell? എന്തുകൊണ്ട് നരകത്തിൽ ഒരു രക്ഷയും വീണ്ടെടുപ്പും ഇല്ല? Because Jesus died on earth. Salvation is available only on earth, not in hell. കാരണം എന്തെന്ന് ചോദിച്ചാൽ യേശു ഈ ഭൂമിയിലാണ് മരിച്ചത്. അതുകൊണ്ട് രക്ഷയിരിക്കുന്നത് ഈ ഭൂമിയിൽ മാത്രമാണ്, നരകത്തിലില്ല. Destination number 2. രണ്ടാമത്തെ ലക്ഷ്യസ്ഥാനം Heaven. സ്വർഗ്ഗം. Hallelujah. I'm going to talk about the nature of heaven. ഞാൻ സ്വർഗ്ഗത്തിന്റെ പ്രകൃതത്തെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ Those who serve the true God will end up in heaven. യഥാർത്ഥ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തി ഒടുവിൽ സ്വർഗ്ഗത്തിൽ. Those who serve the God of this age today, they will end up in hell. എന്നാൽ ഇന്ന് ഈ ലോകത്തിന്റെ ദൈവത്തെ ആരാധിക്കുന്നവനോ നരകത്തിൽ എത്തിച്ചേരും. Quickly, I'm going to narrate how heaven will be എങ്ങനെയാണ് സ്വർഗ്ഗം എന്ന് വളരെ പെട്ടെന്ന് ഞാൻ based on the scriptures. ദൈവവചനത്തെ അടിസ്ഥാനപ്പെടുത്തി. Number 1, heaven is a holy place. ഒന്നാമത്തേത് എഴുതുക, അത് പരിശുദ്ധ സ്ഥലമാണ്. That means only the saints, only the holy people will be found there. അതിന്റെ അർത്ഥം പരിശുദ്ധന്മാർ, വിശുദ്ധന്മാർ മാത്രമേ അവിടെ കാണപ്പെടുകയുള്ളൂ. But I have a good news. എന്നാൽ എനിക്കൊരു സന്തോഷ Even വാർത്തയുണ്ട്. if you are a sinner, നിങ്ങൾ ഇന്നൊരു the പാപിയാണെങ്കിലും blood of Jesus can wash you യേശുക്രിസ്തുവിന്റെ രക്തം നിങ്ങളെ and will make കഴുകുന്നു. you clean and holy. അവൻ നിങ്ങളെ കഴുകി Then വിശുദ്ധീകരിക്കുന്നു. you can reach there. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരുവാൻ സാധിക്കും. Number 2, രണ്ടാമത്തെ കാര്യം, it's a holy place. Number 1, Psalm 20 verse number 6. ഒന്നാമത്തെ പരിശുദ്ധയിടം എന്നതിന്റെ വചനം എഴുതുക, സങ്കീർത്തനം 20:6. So number 2, it's a happy place. രണ്ടാമത്തെ കാര്യം എഴുതുക, ഇതൊരു സന്തോഷത്തിന്റെ ഇടമാണ്. Revelation 7:17. വെളിപ്പാട് 7:17. Number 3, it's a place of comfort. മൂന്നാമത്തേത് എഴുതുക, ഇത് ആശ്വാസത്തിന്റെ ഇടമാണ്. Revelation 7:17. വെളിപ്പാട് 7:17. Number 4, there is no death, no tears, no sorrow, no crying, no pain, no curse in heaven. അടുത്തതായിട്ട് എഴുതുക, അവിടെ മരണമില്ല, കണ്ണുനീരില്ല, വിലാപമില്ല, കരച്ചിലില്ല, വേദനയില്ല, In other words, there is no negative stuff. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യവുമില്ല. നല്ല വ്യക്തികളിൽ നിന്ന് നല്ല സമൂഹങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഒരു നല്ല സമൂഹത്തിൽ നിന്നാണ് നല്ല രാഷ്ട്രങ്ങളും ജനതകളും ഉളവാകുന്നത്. ഒരു നല്ല വ്യക്തിയായി തീരുവാൻ നമുക്കാവശ്യമായത് ഒരു മാറ്റമാണ്. കഴിഞ്ഞകാല ജീവിതത്തിലെ പ്രശ്നങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും ഇരുളടഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് പ്രത്യാശയുടെയും വിടുതലിന്റെയും പ്രകാശമാനമായ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ആ മാറ്റത്തിനായി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ട്രിവാൻഡ്രം ഡെലിവറൻസ് ക്ലിനിക് 2017. ജനുവരി 24-25, സമയം രാവിലെ 10 മുതൽ 4:30 വരെ. രാജധാനി ഓഡിറ്റോറിയം, കോട്ടയ്ക്കകം, കിഴക്കേക്കോട്ട, തിരുവനന്തപുരം. ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ടീമും ശുശ്രൂഷിക്കുന്നു. നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുവാനായി വിളിക്കുക കുറച്ച് നാളുകളായി തൻ്റെ കൈക്ക് വലത് കൈ ഭയങ്കര വേദനയായിരുന്നു. അത് തിരിക്കാൻ പറ്റത്തില്ല, ഉയർത്താൻ പറ്റുകയില്ല. ഈവൻ ഭക്ഷണം കഴിക്കാൻ പോലും ഇടത് കൈയുടെ സഹായത്താൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് താൻ ഭക്ഷണം കഴിക്കാൻ.
ഡോക്ടർമാർ ചോദിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് ഞരമ്പിന് എന്തോ പ്രശ്നമാണ്, അതുകൊണ്ട് ആ ഞരമ്പ് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഓപ്പറേഷൻ ഇത്തിരി പേടിയായതുകൊണ്ട് അങ്ങോട്ട് പോയില്ല, ഓപ്പറേഷൻ ചെയ്യാൻ പോയില്ല. പക്ഷേ ആൻറ്റി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നവംബർ മാസം ഒരു വെള്ളിയാഴ്ച ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം താൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ബ്രദർ ഇപ്രകാരം പറഞ്ഞു, വലത് കൈക്ക് വേദനയുള്ള ഒരു വ്യക്തിയെ യേശു കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. കയ്യിലിങ്ങനെ കാണിച്ചിട്ടാ പറഞ്ഞെന്ന് പറഞ്ഞു. ആൻറ്റി പറയുന്ന ആ സമയത്ത് തൻ്റെ കയ്യിലേക്ക് ഒരു ഐസ് കട്ട വന്ന് വീഴുന്നത് പോലെ ഒരു അനുഭവം തനിക്കുണ്ടായി. ഞാൻ അതിനോട് ചേർന്ന് പ്രാർത്ഥിച്ചു, പറഞ്ഞു സൗഖ്യമാവുകയാണെങ്കിൽ ഞാൻ വന്ന് അടുത്ത മീറ്റിങ്ങിന് വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ താൻ അത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. പിന്നെ താൻ ഒരു 2-3 ദിവസങ്ങൾക്ക് ശേഷം താൻ തിരിച്ചറിഞ്ഞു തൻ്റെ കൈയുടെ വേദന പൂർണ്ണമായി സൗഖ്യമായിരിക്കുന്നു. തനിക്ക് കൈ തിരിക്കാൻ പറ്റും, മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും, പാത്രം എടുത്ത് വെള്ളം എടുത്ത് പൊക്കാൻ പറ്റും. പൂർണ്ണമായി കർത്താവ് സൗഖ്യമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ആ സൗഖ്യം കിട്ടിയ ശേഷം ഉണ്ടായ മാറ്റം ഒന്ന് പറഞ്ഞേ. സൗഖ്യം കിട്ടിക്കഴിഞ്ഞ് ഇപ്പം എനിക്ക് ബക്കറ്റ് വെള്ളമൊക്കെ എടുക്കാം. ഞാൻ ക്ലീനിങ് ജോലിക്കാണ് പോകുന്നത്. ഓപ്പറേഷൻ നടന്നില്ല. ആള് പറഞ്ഞത് ഇവിടെ നിന്ന് തൊട്ട് ഇവിടെ വരെ കീറി ഈ ഞരമ്പ് ശരിയാക്കണം, ഇവിടം വരെ കീറിയ ഞരമ്പ് ശരിയാക്കണം എന്നാണ് പറഞ്ഞത്. ഇപ്പം ഞാൻ മരുന്നൊന്നും കഴിക്കണില്ല. ഇപ്പം എനിക്ക് ബക്കറ്റ് വെള്ളം എടുക്കാൻ തിരുമ്പാം, ഒരു കുഴപ്പമില്ല. ഞാൻ ക്ലീനിങ് 3 നില ക്ലീനിങ് ചെയ്തിട്ടാണ് ഇപ്പോൾ വരുന്നത്. അങ്ങനെ ജോലിക്കാണോ പോകുന്നത്? ഇന്ന് വരുന്നത് ഇപ്പോഴും ഞാൻ അത് കഴിഞ്ഞിട്ട് 10:30 ഓടിയാണ് ഇവിടേക്ക് എത്തിയത്. ഇന്ന് രാവിലെ 3 നില ക്ലീൻ ചെയ്തിട്ടാണ് വരുന്നത്. കൈകളുയർത്തി യേശുവിന് നന്ദി പറയാം. കർത്താവേ, ഈ സഹോദരിക്ക് കൊടുത്ത ഈ സൗഖ്യത്തിനായി നന്ദി പറയുന്നു. കർത്താവേ, ഒരു സർജറി വേണ്ടാത്ത രീതിയിൽ ആ വിഷയം ബ്ലെസ്സിങ് ടുഡേയിലൂടെ വെളിപ്പെടുത്തി കർത്താവ് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി. ഈ സമയത്ത് തന്നെ ഇതുപോലെ സർജറികൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ, വേദനകൾ മാറട്ടെ, സ്വാധീനക്കുറവ് മാറട്ടെ. ജീസസ് നെയിം ആമേൻ. തടസ്സങ്ങൾ നിറഞ്ഞ ലോകം, വേദനകൾ സമ്മാനിക്കുന്ന ജീവിതം, മോഹഭംഗങ്ങൾ നൽകുന്ന അനുഭവങ്ങൾ, ആകുലതകൾ തളം കെട്ടിയ നാളുകൾ, പ്രതിവിധികൾ തേടി നെട്ടോട്ടമോടുന്ന മനുഷ്യർ. നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുവാൻ ബ്ലെസ്സിങ് ടുഡേ അവതരിപ്പിക്കുന്നു തടസ്സങ്ങളെ തകർക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 0484 422 150. ഇനി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാനായി പോകുകയാണ്. എന്നോട് ചേർന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓർമ്മശക്തി നിലനിൽക്കുന്നില്ല എന്ന് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വിദ്യാർത്ഥികൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. കർത്താവെ, നല്ല തെളിവാർന്ന ഓർമ്മശക്തി അവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വിജയങ്ങൾ കർത്താവെ അത് നിമിത്തമായി ഈ വർഷം അവർക്കുണ്ടാകട്ടെ എന്നുകൂടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ, സാമ്പത്തികമായി വലിയ ഞെരുക്കത്തിലൂടെ പോകുന്ന ചിലരുണ്ട് കർത്താവെ. അവർക്ക് വേണ്ടി പുതിയ വഴികളും വാതിലുകളും തുറക്കണമേ. ജോലി നഷ്ടപ്പെട്ടു പോയ ചില വ്യക്തികൾ, ജോലി അവർക്ക് ഉണ്ടാകട്ടെ കർത്താവെ. ബിസിനസ് തകർച്ചകൾ യേശുവിൻ നാമത്തിൽ ദൈവികമായ ക്രമീകരണങ്ങൾ കർത്താവെ ഈ കാര്യത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കുടുംബജീവിതത്തിൽ ചില തകർച്ചകൾ അനുഭവിക്കുന്ന ചില വ്യക്തികൾ, വേർപിരിഞ്ഞു നിൽക്കുന്ന ചില വ്യക്തികൾ, അവർ ഒരുമിച്ച് ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ. ചില ചെവികൾ ഈ സമയത്ത് തുറക്കപ്പെടുകയാണ്. അത്ഭുതകരമായ സൗഖ്യം ഇപ്പോൾ പലരുടെയും ശരീരത്തിലേക്ക് ഇറങ്ങി വരികയാണ് കർത്താവ്. ഏത് വിധത്തിലുള്ള രോഗമാണെങ്കിലും ഈ സമയത്ത് അവർ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. അതുപോലെ തന്നെ തൊണ്ടയ്ക്കകത്ത് എപ്പോഴും വല്ലാത്ത കരകരപ്പ് പോലുള്ള ശബ്ദമുണ്ടാവുകയും നിങ്ങൾക്ക് വായെടുത്ത് സംസാരിക്കുന്ന സമയത്ത് ശബ്ദം പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്ന ചില വ്യക്തികൾ, യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് അവരുടെ കർത്താവെ ആ ഭാഗത്ത് സൗഖ്യം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പുറത്ത് പറയുവാൻ മടിക്കുന്ന ചില രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ ഈ സമയത്ത് സൗഖ്യമാവുകയാണ്. എയ്ഡ്സ് യേശുവിൻ നാമത്തിൽ ഈ സമയത്ത് അങ്ങനെ എയ്ഡ്സ് ഡയഗ്നോസ് ചെയ്തിട്ട് ചില വ്യക്തികൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ കരം ഇപ്പോൾ നീണ്ടുവരികയാണ് കർത്താവെ. അങ്ങ് സൗഖ്യമാക്കിയതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു കർത്താവെ. വിടുവിച്ചതിനായി നന്ദി. എല്ലാ രോഗികളും ഈ സമയത്ത് സ്ക്രീനിലേക്ക് കൈകൾ നീട്ടാമോ? ഏത് വിധത്തിലുള്ള രോഗമാണെങ്കിലും
അങ്ങയുടെ കരം വെച്ച് ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് വിടുവിച്ചതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഞാൻ പല ആഴ്ചകളിലും ഓർപ്പിച്ചതുപോലെ കർത്താവ് നിങ്ങൾക്ക് ഒരു നന്മ ചെയ്ത് നൽകിയാൽ അതിന് നിങ്ങൾക്ക് നന്ദി പറയാനുള്ള 2 മാർഗ്ഗങ്ങളാണുള്ളത്. ബ്ലെസ്സിങ് ടുഡേയിലൂടെയാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു നന്മ ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന്, നിങ്ങൾക്ക് ഈ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാമിൻ്റെ ഒരു സാമ്പത്തിക സഹായിയായിട്ട് മാറാൻ സാധിക്കും. അല്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നന്മയെ നിങ്ങൾക്ക് പരസ്യമായി വന്ന് പ്രഖ്യാപിക്കാനായിട്ട് സാധിക്കും. ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത് രാവിലെ 10 മണിക്ക് തോപ്പുംപടിയിലാണ്. കടന്നു വരിക, നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക. രണ്ടാമതായിട്ട് നാളെയാണ് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ. അത് തിരുവല്ലയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. അടുത്ത ആഴ്ചയിലെ എപ്പിസോഡ് കാണാൻ മറക്കരുത്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.